എൻ്റെ മക്കള് അങ്ങനെ കരയാറില്ല. ഇവര് എന്തെങ്കിലും റീസൺ ഇതിപ്പോ അവൻ അങ്ങനെ കരയാം, ഞാൻ ഒന്ന് കരഞ്ഞോട്ടെ എന്ന് ബിഗ് ബോസിന്റെ പെർമിഷൻ മേടിച്ചിട്ടാണ് അവൻ കരഞ്ഞത്. അവൻ കരഞ്ഞത് ഞങ്ങൾ ഓർത്തിട്ടാണ്. അവിടെ ഏറ്റവും ജെന്യുവനായിട്ട് നിൽക്കുന്നത് ഉനീൽ സാബു ആണെന്ന് തന്നെ പറയാൻ പറ്റും. കാര്യം പല ആൾക്കാരും കോണ്ടന്റിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ ശരിക്കും ബോൺ ചെയ്യുന്നുണ്ട് എല്ലാവരും. അപ്പൊ അത് ഓഡിയൻസിന് മനസ്സിലാവണം. പുള്ളി കളിക്കണില്ലാന്ന് എനിക്കൊരിക്കലും അപ്പോഴും ഈ പറയുന്ന ഓഡിയൻസിന് വേണ്ട ഇതേപോലത്തെ ചീപ്പ് കോണ്ടന്റ് മേ ബി അങ്ങനെ ആയിരിക്കാം. അതാണ് ഇപ്പോഴത്തെ ഗെയിം പ്ലാൻ കാണുമ്പോൾ ഇവർ ഓൾറെഡി കുറെ പഠിച്ച സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് തോന്നുന്നു. അതാണ് ലക്ഷ്മണൊന്നും ചെയ്യാനല്ല. ലക്ഷ്മി സോറി പറഞ്ഞ് എഴുതി മറ്റാ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരി അവിടെ സോറി പറഞ്ഞ് ലക്ഷ്മി എന്താ ചെയ്തെന്ന് എല്ലാവർക്കും അറിയാം. ഒനിലിനെ പോലുള്ള ഒരാളുടെ കഴിഞ്ഞ സീസണില് അല്ലെങ്കിൽ അതിന് മുമ്പത്തെ സീസണില് സദാചാരം വർക്കായി. ഈ സീസണിൽ സദാചാരം വർക്കായ മാജിക് പവർ ഉള്ള ഒരാളുടെ അടുത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞ ആളടുത്ത് പക്ഷേ അവര് ചോദിക്കണ ചോദ്യം അത് തന്നെ ഒരു ആദ്യം ചോദിച്ചവനെ അങ്ങനെ സത്യം കിട്ടും. അല്ല ഇതേപോലത്തെ പൊട്ടത്തരം ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കരുത്. അതേപോലെ